പേയ്മെന്റ് ഗേറ്റ് വേ എനേബിൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് പേയ്മെന്റ് ഗേറ്റ് വേ എന്നുള്ള കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓൺലൈനിലൂടെ സെല് ചെയ്യുന്ന സമയത്ത് ഒരു സ്മോളർ ഓഡിയൻസിനെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് സെല് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. UPI അല്ലെങ്കിൽ നിങ്ങൾക്ക് QR കോഡ് വെച്ചിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാം, എഗെയിൻസ്റ്റ് നിങ്ങൾക്ക് സപ്ലൈയും ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി ലാർജർ വൈഡർ ക്വാണ്ടിറ്റിയിലേക്ക് ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഡാറ്റ മാനേജ്മെന്റ്, ആരാണ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തത്, അത്തരത്തിലുള്ള റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പേയ്മെന്റ് ഗേറ്റ് വേ അത്യാവശ്യമാണ്. അതായത് QR കോഡോ UPI ഉപയോഗിച്ചിട്ട് ഒരു 10-100 പേര് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്തതിന് ശേഷം ആരാണ് പേയ്മെന്റ് ചെയ്തതെന്നുള്ള സംശയം. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പേയ്മെന്റ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് നെറ്റ് ബാങ്കിങ്, കാർഡ് പേയ്മെന്റ്സ്, അതുപോലെ തന്നെ UPI, QR കോഡോ ഏത് മോഡ് ഓഫ് പേയ്മെന്റ് വേണമെങ്കിലും അവിടെ നിന്ന് ചൂസ് ചെയ്യാം. നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് കൂടി ആവും നിങ്ങളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ദ വേ ഓഫ് യുവർ സെല്ലിംഗ് ദ ഓൺലൈൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ റിവീൽ ചെയ്തിട്ടില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോൺ പേയുടെ തന്നെ നമുക്ക് ബിസിനസ് ആപ്പ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ റാസോർ പേ ഉപയോഗിക്കാം. ഇനിയും മറ്റ് ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പാൻ കാർഡും അതുപോലെ തന്നെ ഫോൺ നമ്പറും ആധാർ കാർഡ്, ബാങ്കിങ് ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻഡ് വെരിഫിക്കേഷൻ, ദെൻ യു വിൽ ഗെറ്റ് ആൻഡ് ദ ഒഫീഷ്യൽ പേയ്മെന്റ് ഗേറ്റ് വേ അക്കൗണ്ട്. ഓക്കെ, റാസോർ പേയിനകത്തോ അതുപോലെ തന്നെ ഫോൺ പേയിനകത്തോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് അക്കൗണ്ട് ഓപ്പണിങ്ങിനെ കുറിച്ച് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഗേറ്റ് വേ, അപ്പോൾ നമ്മൾ ഇമീഡിയറ്റ്ലി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓരോ അറിവും ചെറുതല്ല, അറിയത്തിറക്കായി ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.